എത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്താൻ പോകില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ട് നിങ്ങൾ ഒന്നിലും ഒരു പ്രോ ആവില്ല. എല്ലാത്തിൻ്റെയും ബേസിക് അറിഞ്ഞിട്ട് എല്ലാത്തിലും കുറച്ച് നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനൊരു ഡിഗ്രി എടുക്കാതെ എന്ത് ചെയ്യൂല, റെക്കമെൻഡ് ചെയ്യൂല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിഗ്രി എടുക്കുക, എങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫീൽഡും അറിയില്ല, പിന്നെ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടേനും എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ലൊരു സ്ഥലമാണ് ഏത് മൾട്ടിമീഡിയ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മീഡിയ റിലേറ്റഡ് കോഴ്സുകൾ. പിന്നെ ചവറ് പോലെ ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. അതേപോലെ തന്നെ ഈ മീഡിയ കോഴ്സൊക്കെ നിങ്ങൾക്ക് ബേസിക് മാത്രമേ തരുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് ഒരിക്കലും ഒരു സിനിമാറ്റോഗ്രാഫറോ അല്ലാതെ ഒരു വീഡിയോ എഡിറ്ററോ ഇങ്ങനത്തെ ആരും അല്ല നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. ജസ്റ്റ് ഒരു ടീച്ചറാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുള്ള കാര്യങ്ങളും മറക്കരുത്. അതുകൊണ്ട് തന്നെ ആ ബുക്കിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ആ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ, ബേസിക് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ. ഇപ്പം ഞാൻ തന്നെ പഠിച്ചത് എല്ലാ സോഫ്റ്റ്വെയർസിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷന് കാര്യങ്ങൾ, അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെ അത് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചത്.